പ്രിയപ്പെട്ടവരെ, വളരെ പ്രാധാന്യമുള്ള ഒരു ലൈവാണ്. പ്രിയപ്പെട്ട ഷാമിൽ മോൻ, 14 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോൻ, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ മുതുപ്പറമ്പിലെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്. ആ പൊന്നുമോനെ SMA ബാധിച്ച് വലിയ പ്രയാസത്തിലാണ്. അപൂർവ രോഗമാണ്. ഒരു നാട് ഒറ്റക്കെട്ടായിട്ട് കഴിഞ്ഞ 15 ദിവസമായി അതിന്റെ പിന്നാലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ 1.5 കോടി ചലഞ്ചായിരുന്നു നമ്മൾ ഇന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ആ 1.5 കോടി ചലഞ്ചിലേക്ക് നമുക്കിനി വേണ്ടത് ഇപ്പോൾ നിലവിൽ 1,49,453 രൂപയായി. പ്രിയപ്പെട്ട എല്ലാ കൂടെയുള്ള ആളുകളൊക്കെ പറ്റുന്ന ഒരു തുക എടുത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ചലഞ്ച് പൂർത്തീകരിക്കണം. 1,49,453 രൂപ. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ്, പ്രിയപ്പെട്ട ചർക്ക സാംസ്കാരിക വേദിയുടെ വലിയ കൂട്ടായ്മയുടെ പ്രസിഡന്റ്, ജില്ലയിലെ അമരക്കാരൻ റിയാസ് മുക്കോളി അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മഹിമയുടെ റിയാസ് മാസ്റ്ററും കൂട്ടരടക്കമുള്ള എല്ലാ ആളുകളും നമ്മുടെ ഓഫീസിലുണ്ട്. ഈ 1.5 കോടി ചലഞ്ചിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ചലഞ്ചിൽ പങ്കെടുത്ത് റിയാസ് എത്ര അയച്ചേ? കഴിഞ്ഞോ? 1.5 കോടി കഴിഞ്ഞോ? ആ, ചർക്ക 50 രൂപ ചെയ്തു. ആ, മുഹമ്മദ് കുട്ടിയാജി തെറ്റത്ത് 500 രൂപ. നമ്മളെ മഹല്ല് പ്രസിഡന്റ് 500 രൂപ വന്നു. ആപ്പിലിപ്പോ എത്രയായി? പോണുള്ളൂ. 95,453 നിങ്ങൾ ചെയ്തിട്ടില്ലല്ലേ? ഇതില് കൗണ്ട് മറിയും. പ്രിയപ്പെട്ടവരെ, ലൈവിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും ചെയ്യാം. 1,49,453 രൂപയായി. 500 മാറേണ്ടതാണ്. 1,96,175 രൂപയായി. ഇനി എത്ര വേണ്ടേ? ഇനി കുറഞ്ഞ പൈസ മതി. 4,000 വേണ്ട. 3,825 രൂപ. മാഷാ അല്ലാ. അത് കഴിഞ്ഞ കവർ ചെയ്താ? മാറിയേ? ഇപ്പൊ മാറില്ല. ഒന്ന് എടുത്തോളെ, വീഡിയോ എടുത്തോളെ. മാറുന്നേ. റിയാസ് മുക്കോളി ഇപ്പതാ 5,000 രൂപ ആപ്പിലൂടെ അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അല്പസമയങ്ങൾക്കകം 1.5 കോടി ടാർഗറ്റ് നമ്മള് പോയിക്കോട്ടെ, അത് പ്രശ്നമില്ല. അടിച്ചോ കുഞ്ഞോക്ക? റിയാസ് മുക്കോളി 5,000, ചർക്കയുടെ 5,000 രൂപ. നോക്കട്ടെ. റിയാസ് ഖാന്റെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 5,000 രൂപ ആപ്പിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ ഇതിലൊക്കെ പോയോ? കറങ്ങാണല്ലേ? 1,49,96,325 5,000 ഇപ്പൊ അയച്ചിട്ടുണ്ട് ചർക്കയുടെ വകയായിട്ട്. ഒന്ന് വീഡിയോ എടുത്താളെ. അങ്ങോട്ട് തന്നെ അല്ലേ പോയത്? 96,325. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയാ? കറങ്ങി കളിക്കാം. ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മൾ. ഒരു 1.5 കോടിയിലേക്ക് 15 ദിവസം പൂർത്തീകരിക്കുമ്പോൾ 1.5 കോടിയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. ഇന്ന് 15ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ ഷാമിൽ മോന്റെ കേസുമായി. 1,49,96,325 രൂപ. അത് അങ്ങോട്ട് തന്നെ അല്ലേ പോയെന്നെങ്കിലും? അല്ല, അത് കേറിയിട്ടില്ല. അത് പ്രോസസിംഗിലാണ്. കറക്റ്റ് സംഖ്യ ആർക്കെങ്കിലും ആക്കാൻ കഴിയോ? 63,25.
അല്ല എന്നിട്ട് റിയാസ് ഖാൻ കൂടെ തരും. 3700 എത്ര ചെയ്യേണ്ടി വരും? $3675 രൂപ വേണം. ആ എത്രയാണ്? 5000. $1,50,1,325 രൂപ. പ്രിയപ്പെട്ടവരെ, 15 ദിവസം കഴിയുമ്പോഴേക്ക് ഒന്നുകൂടി കാണിച്ചു. റിയാസ്ക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ. എല്ലാരും ഒന്ന് കാണിച്ചു കൊടുക്കണേ. എല്ലാരും അപ്പം കാണിച്ചല്ലേ, ഓരോരുത്തരും കാണിച്ചു. $1,50,1,325 രൂപയാണ് പ്രിയപ്പെട്ടവരെ ഷാമിൽ മോന് 15 ദിവസങ്ങൾ കൊണ്ട് നമുക്കെല്ലാവർക്കും കരുണയുള്ള പ്രിയപ്പെട്ട ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും നിങ്ങളുമായി സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റെടുത്ത ഈ ചലഞ്ച് നമ്മൾ 3 കോടി രൂപയാണ് ഷാമിൽ മോന് നമ്മൾക്ക് സമാഹരിക്കേണ്ടത്. ഒത്തിരി പേരാണ് കഷ്ടപ്പെടുന്നത്. പ്രയാസപ്പെട്ടുകൊണ്ട് ബക്കറ്റ് എടുത്ത് നിരവധി സംഘടനകൾ, കൂട്ടായ്മകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ ഈ വലിയൊരു പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നത്. പണമില്ലാത്തതിന്റെ പേരിൽ ഈ മണ്ണിൽ ഷാമിൽ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ അതിന് കാരണക്കാരാകും എന്നുള്ളത് കൊണ്ടാണ് ഒരുപാട് സ്വപ്നങ്ങളുള്ള ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ വലിയ ദൌത്യവുമായി ഒരു നാട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. ഒത്തിരി ആളുകൾ ഇപ്പോ ഇതുമായി സഹകരിക്കുന്നുണ്ട്. ഇനി നമ്മൾ 15 ദിവസത്തെ ചലഞ്ചാണ് ഇനിയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി നമുക്ക് ആവശ്യമായിട്ടുള്ള പണം സ്വരൂപിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് കൂടുതലായിട്ട് ലൈവ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പ്രിയപ്പെട്ട റിയാസ് ഖാൻ മുക്കോളി ചർക്കയെ കാരുണ്യ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ റീസ് മാഷ് നേതൃത്വത്തിൽ മഹിമയുടെ ആളുകളുണ്ട്, കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട്, മഹല്ല് പ്രസിഡന്റുമാരെല്ലാവരും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഇതുവരെ സഹകരിച്ച ആളുകളെ വളരെ പെട്ടെന്ന് വായിച്ചു പോവാണ്. HIO HSS ഒളവട്ടൂർ സയൻസ് ബാച്ച് 2019 സഹകരിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ഓവർസീസ് വായക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സഹായിച്ചു കഴിഞ്ഞു. നീറാട് ഓട്ടോ യൂണിയൻ സഹായിച്ചു കഴിഞ്ഞു. 98-99 SLC ബാച്ച് GVHSS ഒമാനൂർ 10D സഹായിച്ചു കഴിഞ്ഞു. കൊയ്മണ്ണ HSS +2 കൊമേഴ്സ് ബാച്ച് നമ്മളോട് സഹകരിച്ചു. വായക്കാട് നൂഞ്ഞിക്കര ജുമാ മസ്ജിദ് സഹകരിച്ചു. തീണ്ടാപ്പാറ ജലാലിയ ജുമാ മസ്ജിദ് സഹകരിച്ചു. ഗാർഡിയൻ വാട്ടർ പ്രൂഫ് സഹകരിച്ചു. നന്മ കൂട്ടായ്മ പുല്ലാര സഹകരിച്ചു. ഓട്ടോ യൂണിയൻ എയർപോർട്ട് സഹകരിച്ചു. സ്നേഹ സൗഹൃദം വാട്സ്ആപ്പ് കൂട്ടായ്മ GHSS ഒമാനൂര് നമ്മളോട് സഹകരിച്ചു. പനച്ചിക്കപ്പള്ളിയിലെ ജനകീയ കൂട്ടായ്മ സഹകരിച്ചു. GHSS ഒമാനൂർ 2009 +2 സയൻസ് ബാച്ച് സഹകരിച്ചു. കൊളമ്പലം ജുമാ മസ്ജിദ് സഹകരിച്ചു. 2005-6 SLC 10E ക്ലാസ് ഒളവട്ടൂർ സഹകരിച്ചു. നോബിൾ ടെക് അജ്മാൻ സഹകരിച്ചു. അടൂരപ്പറമ്പ് ജുമാ മസ്ജിദ് സഹകരിച്ചു. CPM മുതുവല്ലൂർ ലോക്കൽ കമ്മിറ്റിയിലെ മുതുപറമ്പ് ബ്രാഞ്ച് കമ്മിറ്റി ആദ്യ ഗഡു നമുക്ക് നൽകി. ടൗൺ ടീം വട്ടപ്പറമ്പ് സഹകരിച്ചു. BKH ഫാമിലി മുതുപറമ്പ് സഹകരിച്ചു. ആർക്കോട് കമ്മ്യൂണിറ്റി സഹകരിച്ചു. HIO HSS ഒളവട്ടൂർ നമ്മളോട് സഹകരിച്ചു. പൌരസമിതി ന്യൂ വിന്നേഴ്സ് ചുള്ളിക്കോട് സഹകരിച്ചു. SSLC ബാച്ച് 2000 GHSS ഒമാനൂർ സഹകരിച്ചു. EMEA കോളേജ് പ്രീ ഡിഗ്രി 1984-86 ബാച്ച് സഹകരിച്ചു. റൈദാൻ റെസ്റ്റോറന്റ് ഒമാൻ സഹകരിച്ചു. HIO HSS 2006 ബാച്ച് സഹകരിച്ചു. കൊണ്ടോട്ടി ഫിഷ് മാർക്കറ്റ് നമ്മളോട് സഹകരിച്ചു. 2006-2007 SSLC 10F ബാച്ച് ഒളവട്ടൂർ സഹകരിച്ചു. GLPS വലിയ പറമ്പ് വെസ്റ്റ് ഇതുവരെ നമ്മളോട് സഹകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി വലിയ ലക്ഷ്യമാണ്. 0 നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ കയ്യിൽ ഒരു സംവിധാനമില്ലായിരുന്നു. ഇനിയും ആളുകൾ കലവറയില്ലാതെ പിന്തുണയുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. മുതുവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ അവർ 3 ലക്ഷം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പുളിക്കൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് പുളിക്കൽ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും നിർദ്ദേശം കൊടുത്തുകൊണ്ട് പുളിക്കൽ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട സ്കൂളുകൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ അമീൻ ബസ് ഗ്രൂപ്പ് 6 ബസ്സാണ് പ്രിയപ്പെട്ടവരെ അൽ അമീൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കല്ലിടുമ്പിൽ ബസ് സർവീസ് നമ്മളോട് സഹകരിച്ചു. എടവണ്ണപ്പാറ ഓട്ടോ യൂണിയൻ ഇന്നലെ 175 ഓട്ടോ 175 ഓട്ടോ ഏകദേശം 1,40,40,000 രൂപയോളം അവർ ഇന്നലെ സമാഹരിച്ചിട്ടുണ്ട്. എടവണ്ണപ്പാറ ഓട്ടോ യൂണിയന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 14-ാം തീയതി ജനകീയ കളക്ഷൻ രംഗത്തിറങ്ങാൻ പോവാണ്.
അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പൂവത്തിക്കൽ യുവജന കൂട്ടായ്മ ജനകീയ കളക്ഷൻ എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ക്ലബ്ബ് കീഴ്ശേരി ഫുട്ബോൾ മാമാങ്കം ആരവം ഉയരുമ്പോൾ ആദ്യത്തെ ദിവസം ഷാമിൽ മോന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ലുലു ഹോളിഡേ ടൂറിസ്റ്റ് ബസ് നേരത്തെ ഇവിടെ വന്ന് ഒരു ദിവസത്തെ കളക്ഷൻ ഷാമിൽ മോന് വേണ്ടി. STU ഓട്ടോ യൂണിയൻ കൊട്ടപ്പുറം നാളെ പാട്ടുവണ്ടിയുമായി അവർ രംഗത്തിറങ്ങുകയാണ്. ശബന പൊന്നാട് SMA ബാധിച്ച ഒരു പക്ഷേ ആ പ്രിയപ്പെട്ട കുട്ടി പറഞ്ഞത് എനിക്ക് മരുന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു അവസ്ഥയിലാവില്ല എന്നായിരുന്നു. അതുകൊണ്ട് ഷാമിൽ മോന് വേണ്ടി ഈ ഡിസംബർ 28-ാം തീയതി നിലമ്പൂരിൽ പാട്ടുമായി സംഗീത 29-ാം തീയതി ഷബ്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുകയാണ്. അതേപോലെ സ്പീഡ് ടൂൾസ് ദുബായ് നമ്മുടെ ആഷിഖ് മുതുപറമ്പിലെ ആയങ്കാവിൽ അവന്റെ നേതൃത്വത്തിൽ ദുബായിലെ സ്റ്റാഫുകൾ സഹകരിച്ചു. ഫർഷ ഇവന്റ് കൊട്ടിപ്പാട്ട് സംഘം എന്നെ ഇന്നലെ വിളിച്ചിട്ട് ഫർഷ ഇവന്റിന്റെ പ്രിയപ്പെട്ട കൊട്ടിപ്പാട്ട് സംഘം അവർ 50 രൂപ ചലഞ്ചും അതേപോലെ അങ്ങാടികളിൽ അവർ കൊട്ടിപ്പാട്ടും നടത്തിക്കൊണ്ട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. KYC കുഴിമണ്ണ ഇന്ന് ചായ തക്കാരം എന്ന പരിപാടി കീഴ്ശേരി നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ സഹകരിക്കുന്നുണ്ട്. മലപ്പുറം മാസ്റ്റേഴ്സ് അസോസിയേഷൻ കായിക സംഘടന സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹിമ പറമ്പാട്ട് പറമ്പിലെ പ്രിയപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. 77,777 രൂപ സമാഹരിച്ചുകൊണ്ടാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. ഈസ്റ്റേൺ സൈമൺ പ്രിയപ്പെട്ടവരെ ഒരു ഈസ്റ്റേൺ വണ്ടിയിൽ മസാലപ്പൊടികൾ ഷോപ്പുകളിൽ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന അടിമാലിക്കാരനായിട്ടുള്ള ആൾ ഇവിടെ വണ്ടി നിർത്തി അദ്ദേഹത്തിന്റെ ചെറിയ വരുമാനത്തിൽ നിന്ന് 3,500 രൂപ നമ്മുടെ ഓഫീസിൽ നൽകിയ അടിമാലി സൈമണ്ണേട്ടന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഓട്ടോ യൂണിയൻ ഹാജിയാർ പടി വിളയിൽ ഇന്ന് നമുക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബദരിയ ഹോട്ടൽ വെട്ടുകാട് ഒരു ദിവസത്തെ വേതനം ഷാമിൽ മോന് വേണ്ടി മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമൂസ വേൾഡ് മുതുവല്ലൂരിലെ ഒരു ദിവസത്തെ കളക്ഷൻ ഷാമിൽ മോന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഡ്രീംസ് വെഡ്ഡിംഗ് സ്റ്റുഡിയോ ഓൾറെഡി 10,000 രൂപ ഒരു ദിവസത്തെ വെഡ്ഡിംഗ് ഷൂട്ടിന്റെ പണം ഷാമിൽ മോന് വേണ്ടി മാറ്റിവെച്ചു. എയർപോർട്ട് കാർഗോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾ യാസ്ക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവും അവിടുത്തെ ഓട്ടോ സഹോദരങ്ങൾ 10,000 രൂപ സഹകരിച്ചു. CCM പ്രിയപ്പെട്ട അസ്ലം ക മുജീബ് ക ഒക്കെ നേതൃത്വം കൊടുക്കുന്ന CCM മുണ്ടക്കുളത്ത് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മുണ്ടക്കുളത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത് തന്നെ ഷാമിൽ മോന് വേണ്ടിയിട്ടാണ്. ഡിസംബർ 22 മുതൽ അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. റഹ്മാൻ മുതുവല്ലൂർ നമ്മൾ ഇതിന്റെ ആവശ്യമായിട്ടുള്ള അനൗൺസ്മെന്റ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് റഹ്മാൻ മുതുവല്ലൂർ നമ്മളെ കൂടെ സജീവമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹം വളരെ സജീവമായി കൂടെയുണ്ട്. മർക്ക് ഓട്ടോ എക്സ്പേർട്സ് അബുദാബി UAE മാനേജ്മെന്റ് എന്റെ സ്റ്റാഫ് പ്രിയപ്പെട്ട വിജേഷിന്റെ നേതൃത്വത്തിൽ അവരെ ഒരു സഹായം ഇവിടെ കിട്ടി. വ്യാപാര വ്യവസായ ഏകോപന സമിതി പബ്ലിക് കളക്ഷൻ കീഴ്ശേരി ഉണ്ട്. അവർ ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. അവരോടും പ്രത്യേകം നന്ദി പറയുന്നു. പുളിക്കൽ പഞ്ചായത്ത് കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളും സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുതുവല്ലൂർ കൂട്ടായ്മ 3 ലക്ഷത്തിന് മുകളിൽ സ്വരൂപിച്ച് നൽകാമെന്നുള്ള വലിയ പ്രവർത്തനവുമായിട്ട് അവർ പോവാണ്. കീഴ്ശേരി ജനകീയ കാളപ്പൂട്ട് കമ്മിറ്റി കാളപ്പൂട്ട് മത്സരങ്ങളെക്കാൾ ഉപരി അവരൊരു ബിരിയാണി ചലഞ്ചുമായിട്ട് നമ്മളോട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറ്റികൾ കാശത്തൊണ്ട് ബർത്ത്ഡേ പാർട്ടിക്ക് മാറ്റിവെച്ച പണം അങ്ങനെ പരിസര പ്രദേശത്തെ പള്ളികളടക്കം ഇപ്പൊ ഷമീർ അടിവാരത്ത് AM LP സ്കൂൾ വലിയ പറമ്പ് വെസ്റ്റ് അവര് സഹകരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറിവിലും സഹകരിച്ചു. അറിവിലും അറിയാത്തവരുമായിട്ടുള്ള ഒത്തിരി പേരാണ് പ്രിയപ്പെട്ടവരെ ഇത് സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ട പള്ളി കമ്മിറ്റി ലെറ്റർ കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അസ്ലംകാട് പ്രിയപ്പെട്ടക്കാട് എല്ലാവരുടെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഖലീജ് ഹോട്ടൽ ആദ്യം പറഞ്ഞ ആദ്യത്തെ ലൈവ് പറഞ്ഞു. അങ്ങനെ എല്ലാ ആളുകളും സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിത് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ട നജാദ് മോനെ നിങ്ങൾ എല്ലാവരും കൈയടിക്കണം. കാരണം എന്റെ ഫോൺ എവിടെ എന്റെ ഫോൺ അതിലൊരു സാധനമുണ്ട്. നജാദ് മോന് വായക്കാട് അതെ A1 ചിക്കൻ സ്റ്റാൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. പ്രത്യേകം നന്ദി ഈ നജാദിന്റെ പ്രത്യേകത നിങ്ങൾ കാണണം. കാരണം അന്ന് ഒരു ദിവസം ഷാമിൽ മോനുള്ളതാണ്. കൈവിടരുത്. പല തുള്ളി പെരുവെള്ളം എന്തെങ്കിലും തന്ന് സഹായിക്കാൻ ഇത് ആ മോനാണ് ഈ മോനിട്ടോ നജാദ് മോൻ മഹിമയുടെ പ്രിയപ്പെട്ട റിയാസ്ക മൊമന്റോ കൊടുത്ത് മൊമന്റോ
പ്രിയപ്പെട്ട ബാക്കില് റിയാസ്ക പ്രിയപ്പെട്ട പൊന്നുമോനെ നമ്മുടെ നാടിന്റെ ജനകീയ കമ്മിറ്റിയുടെ മൊമെന്റോ ഇവിടെ വെച്ച് റിയാസ്ക കൈമാറുകയാണ്. ഷാബ്ക ഫോട്ടോ എടുക്കും. നമ്മുടെ വിട്ടുന്നുള്ളൂ. നജാദിന്റെ ഉപ്പുണ്ടോ? നജാദിന്റെ ഉപ്പ നിസ്ക അത് വെക്കിയതൊക്കെ ഇത് പിടിച്ചത് നജാദ് മഹിമ പറമ്പാട്ട് പറമ്പിന്റെ പ്രിയപ്പെട്ട ഹീറോ. ആ അതെ അതെ. അതേപോലെ മഹിമ പറമ്പാട്ട് പറമ്പിന്റെ 75,777 രൂപ റിയാസ്ക ഏറ്റുവാങ്ങുകയാണ് ഈ ലൈവിൽ വെച്ച്. റെയ്സ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അവര് കഴിഞ്ഞ ഞായറാഴ്ച വായക്കാട് അങ്ങാടിയിൽ സ്വരൂപിച്ചിട്ടുള്ള ആരോഗ്യം മാറ്റിവെച്ച് അവരൊന്ന് ബാക്ക് കൊടുക്കണം. അവര് മാത്രം മഹിമയിലെ ടീം എല്ലാവരും ഒന്ന് വൈഡായിരുന്നോളൂ, എന്നാലും വൈഡായിരുന്നോളൂ. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റട്ടെ എല്ലാവരും അവരെ വെക്കണേ. എന്നിട്ട് സെപ്പറേറ്റ് ഒന്ന് എടുക്കും. സ്വന്തം എടുത്തരും. ഓക്കെ, ഒന്നെടുക്കട്ടെ. ഇത് കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, നമ്മളോട് സംസാരിക്കാൻ വേണ്ടി റിയാസ്കയെ ക്ഷണിക്കുകയാണ്. ചർക്ക സംഘടനയുടെ പ്രിയപ്പെട്ട അമരക്കാരനാണ് അദ്ദേഹം. ഇവിടെ വന്ന് നമ്മൾ ഒറ്റക്കല്ല, എല്ലാവരും കൂടെയുണ്ട് എന്നുള്ള വലിയ പിന്തുണ നൽകാൻ വേണ്ടിയാണ് വന്നത്. നമ്മൾ ആപ്പ് ചലഞ്ച് 1.5 കോടിയിലേക്ക് എത്താൻ പ്രിയപ്പെട്ട റിയാസ്ക 5000 രൂപ അതിലിട്ട് നൽകിയിട്ടുണ്ട്. പ്രത്യേകം നന്ദിയും സ്നേഹവും. പൊതുപ്രവർത്തകന്മാർ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഊർജ്ജം അത്രത്തോളം വലുതാണ്. സന്തോഷത്തോടു കൂടി അദ്ദേഹം ഇവിടെ വന്നതിന്, സഹായിച്ചതിന്, പിന്തുണ നൽകിയതിന് എല്ലാ വിധത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സംസാരിക്കാൻ വേണ്ടി റിയാസ്കയെ ക്ഷണിക്കുന്നു. സൗണ്ട് നോക്കണം, സൗണ്ട് ക്ലാരിറ്റി ഉണ്ടോ? പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, ഒരുപാട് ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്താകമാനം നേതൃത്വം കൊടുക്കുന്ന ഷമീർ കുന്നമംഗലം ഷാമിൽ മോനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയൊരു മാതൃകാപരമായിട്ടുള്ള ഒരു സൽക്കർമ്മത്തിനാണ് ഈ നാടും ഷമീറും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച ഷമീറിന്റെ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും ചികിത്സ നിഷേധിക്കാൻ പാടില്ല. നമ്മൾ ഇതിനേക്കാൾ വലിയ എമൗണ്ട് സ്വരൂപിച്ച പാരമ്പര്യം, ചരിത്രമുള്ള ആൾക്കാരാണ്. അങ്ങാടിപ്പുറത്ത് 18 or 17 ഇതേ രോഗത്തിന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വലിയ കോടികൾ വന്നിരുന്നു. ഇപ്പോൾ മരുന്നിന് വില ഒന്ന് കുറഞ്ഞതാണ്. 18 കോടിയോളം രൂപ സമാഹരിച്ച ഒരു പാരമ്പര്യവും ചരിത്രവും നമുക്ക് പറയാനുണ്ട് ഈ ജില്ലക്ക്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ നമുക്കുണ്ട്. ഷാമിൽ മോഹന്റെ ചികിത്സയും നമുക്ക് നടത്താൻ സാധിക്കും. പ്രിയപ്പെട്ട ഷമീറും അതുപോലെ ഈ കമ്മിറ്റിയുടെ ഭാരവാഹികളുമൊക്കെ നടത്തുന്ന ഈ ഒരു നല്ല കഠിനാധ്വാനത്തെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാനും ചർക്ക എന്ന സംഘടന ഞങ്ങൾ വിചാരിക്കുന്നത് 50,000 ഈ ഒരു കൂട്ടായ്മയിലേക്ക് നൽകാൻ. വളരെ വൈകാതെ 15 ദിവസം കൂടി ഈ ഒരു ഉദ്യമം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ വൈകാതെ തന്നെ ബാക്കിയുള്ള പണം, ഇപ്പോൾ 5000 നൽകാൻ സാധിച്ചത്, ബാക്കിയുള്ള പണം കൂടി ഈ കമ്മിറ്റി ഏൽപ്പിക്കുമെന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു. നമുക്ക് ഒറ്റക്കെട്ടായി ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഷാമിൽ മോനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെയൊക്കെ കൂടെ കളിച്ച് ചിരിച്ച് ജീവിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഞങ്ങളെല്ലാവരും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ട് എന്ന കാര്യം കൂടി ഞങ്ങൾ അറിയിച്ചുകൊണ്ട് കമ്മിറ്റിയുടെ കൺവീനർ മുഹമ്മദ് അലി മാഷ്. പ്രിയമുള്ളവരെ, ഷാമിൽ മോന്റെ ചികിത്സാ ആവശ്യാർത്ഥം 3 കോടി എന്ന ആ വലിയ ടാസ്ക് അത് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ കൂടിയിട്ടുള്ള ഈ യുവജന കൂട്ടായ്മ കാണുമ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവുമാണ് തോന്നുന്നത്. ഇത്രയും വലിയ തുക
കരസ്ഥമാക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ആ മോന്റെ ചികിത്സക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു നാട്, മലയാള നാട് തന്നെ ഒത്തൊരുമിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള പാതിരാത്രി വരെ ഇവിടെ തടിച്ചുകൂടുന്ന യുവജനങ്ങൾ മുതുപറമ്പത്തോ മുണ്ടക്കുളത്തോ മാത്രമുള്ളവരല്ല, ഈ പരിസരങ്ങളിലെ ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചേർത്ത് പിടിക്കലാണ് ഈ നാട്ടുകാർ, ഈ പുറമേയുള്ള ആളുകൾ ഈ ഷാമിൽ മോന്റെ ചികിത്സയുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള റിയാസ് ക, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന നമ്മുടെ ജില്ലയിലെ ഒരു നേതാവാണ് റിയാസ് കോളി. അവർ തന്നെ അവരുടെ കോൺഗ്രസിന്റെ ആയിട്ടുള്ള 50,000 രൂപയാണ് ഇപ്പോൾ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വളരെയധികം സന്തോഷവും അഭിമാനവും അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ അഗൈതമായ നന്ദിയും അവരോട് ഇവിടെ പ്രകടിപ്പിക്കാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ പറമ്പാട്ട് പറമ്പിലെ യുവജന കൂട്ടായ്മ വളരെ നല്ല സംഖ്യ ഞങ്ങൾക്ക് പിരിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് മഹല്ലുകാർ ഞങ്ങളോട് നാളെ വെള്ളിയാഴ്ച മഹല്ലുകളിൽ ഈ ഇതിനു വേണ്ടി കളക്ഷൻ എടുക്കുന്നുണ്ട്. ഒരുപാട് ആരോടൊക്കെ ഞങ്ങൾ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇതിലേക്ക് ഫണ്ടുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകൾക്കും ഇതിലേക്ക് ഫണ്ട് അയക്കുന്ന എല്ലാവർക്കും ഈ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും സർവശക്തനായ തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ട ഊർജ്ജസ്വലനായ ട്രഷറർ അറേബ്യൻ ഗോൾഡ് കുഞ്ഞാപ്പുക്ക. ഇല്ലില്ല ഒഫീഷ്യലാണ്. പ്രിയമുള്ളവരെ, ഷമീർക്ക സൂചിപ്പിച്ചു കാര്യങ്ങളൊക്കെ ഇന്നലെ മിനിയാന്നൊക്കെ ലൈവ് തന്നെയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾ ഉദ്ദേശിച്ചത് ടാർജറ്റിന്റെ പകുതി 50% 15 ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ഇന്ന് ഈ സമയത്ത് 1.5 കോടി തികഞ്ഞു. ബാക്കിയുള്ള 1.5 കോടിയിലേക്കുള്ള പ്രയാണമാണുള്ളത്. മുഴുവൻ സന്നദ്ധ സംഘടനകളും എല്ലാ ആളുകളും, പള്ളി കമ്മിറ്റി അതുപോലെ തന്നെ അമ്പല കമ്മിറ്റി എല്ലാ ആളുകളും വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ കൂടെ നിൽക്കുന്നത് മഹിമ പറമ്പാട്ട് പറമ്പ്, ഇവരൊക്കെ ആത്മാർത്ഥമായി റോഡിലിറങ്ങി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു വെയിലത്തിരുന്നുകൊണ്ടാണ് ഇവർ ഈ കളക്ഷനൊക്കെ ഉണ്ടാക്കിയത്. വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ഈ സഹായങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 20 മിനിറ്റിനുള്ളിലാണ് 1.5 കോടി തികയ്ക്കാനുള്ള 20,000 രൂപ വെറും 20 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ പൂർത്തീകരിച്ചത്. ഈ പ്രയാണം ഞങ്ങൾ 3 കോടി വരെ എത്തുന്നത് വരെ തുടർന്ന് കൊണ്ടുപോകണം. എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. സഹകരിച്ചവർക്ക്, സഹായിച്ചവർക്ക്, ഞങ്ങളുടെ കൂടെ നിന്നവർക്ക് എല്ലാവർക്കും ദൈവം തമ്പുരാൻ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ളൂ. പ്രാർത്ഥന മാത്രമാണ് ഞങ്ങളുടെയും ഈ കുട്ടിയുടെയും ഭാഗത്തു നിന്ന് തിരിച്ചു നൽകാനുള്ളത്. മുതുപറമ്പ് എന്ന പ്രദേശത്തെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുതുപറമ്പിനെ പിന്തുണയായി വന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങളെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാവർക്കും നജാദ് മോൻ സംസാരിക്കും നമ്മളോട്. പ്രിയപ്പെട്ടവരെ 14 വയസ്സ് മാത്രം പ്രായമുള്ള ഷാമിൽ എന്ന കൊച്ചുകുട്ടിക്ക് വേണ്ടിയാണ് ഈ പിരിവ്. പ്രിയമുള്ളവരെ, പല തുള്ളി പെരുവെള്ളം ഏവർക്കും സഹായിക്കാം. ഇത് കണ്ടെങ്കിലേ നജാദ് മോന് ഓന്റെ വീടിന്റെ അടുത്തുള്ള കൂട്ടുകാരോടും അവരോടൊക്കെ പറഞ്ഞ് പിരിപ്പിച്ച പൈസ പ്രിയപ്പെട്ട റിയാസ് കയറ്റു വാങ്ങും. കൊടുത്ത റെസിപ്റ്റ് വരെ കൊടുക്കും. ഫോട്ടോ അടിക്കും. വായക്കാടുള്ള ഒരു ഹൈസ്കൂളിൽ നടക്കുന്ന ഫുട്ബോൾ അവരൊരു ദിവസത്തെ കളക്ഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 2 വാക്ക് റെയ്സ് മാഷ് സംസാരിക്കും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മഹിമ പറമ്പാട്ട് പറമ്പ് ഏതാണ്ട് 10-12 വർഷത്തിന്റെ മേലെയായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ഞങ്ങളുടെ കീഴിൽ കഴിഞ്ഞ ഞായറാഴ്ച വാഴക്കാട് അങ്ങാടികളിലും അതുപോലെ തന്നെ ബസ്സുകളിലും കടകളിലൊക്കെ കയറിയിട്ട് നടത്തിയിട്ടുള്ള കളക്ഷനിൽ ലഭിച്ചിട്ടുള്ള 27,777 എന്നുള്ളൊരു എമൗണ്ടാണ് ഇപ്പോൾ ഇവിടെ കൈമാറിയിട്ടുള്ളത്. മഹിമ എന്തുകൊണ്ടും നിങ്ങളുടെ കൂടെയുണ്ട്. ഷാമിൽ മോനെ തിരിച്ചുപിടിക്കാൻ എന്താണോ ആവുന്നത് അതെല്ലാം മഹിമയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവുന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഉറപ്പു തരികയാണ്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. നമ്മൾ 150 ക്രോസ് ചെയ്തു. നമ്മൾ അടുത്ത ചലഞ്ച് പ്രഖ്യാപിക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ച അല്ലേ? അടുത്ത വ്യാഴാഴ്ച ആകുമ്പോൾ നമുക്ക് എത്ര പിടിക്കണം? 2 കോടി രൂപ. റിയാസ്ക 2 കോടി രൂപ ചലഞ്ച് പ്രഖ്യാപിക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ച ആകുമ്പോഴേക്ക് ഈ സൺഡേ നമ്മൾ സൂപ്പർ സൺഡേ ചലഞ്ചായിട്ട് നമ്മൾ ഈ ഞായറാഴ്ച മാറ്റുകയാണ്. പ്രിയപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, പ്രാദേശികമായി ഒത്തിരി സംഘടനകൾ പൈസ പിരിച്ചിട്ടുണ്ട്, പൈസ പിരിച്ചവരുണ്ട്. പകുതി പ്രിയപ്പെട്ട ആളുകളൊക്കെ ഈ ഒരു ദൌത്യം വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ചകളിൽ നിങ്ങൾ കളക്ട് ചെയ്ത എല്ലാ പണവും
കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കുകയോ ഇനി എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അവിടെ വന്ന് നമ്മൾ കളക്ട് ചെയ്ത് റെസിപ്റ്റ് തരുന്നതാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി പ്രാദേശിക കളക്ഷനും കൂടി നമുക്ക് സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വ്യാഴാഴ്ച നമ്മൾ 2 CR ചലഞ്ചാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, കൂടെ നിൽക്കുക, ഒരുമിച്ച് കരങ്ങൾ കൈകോർത്തുകൊണ്ട് തന്നെയാണ് നമുക്കിത് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ എന്ന് കൂടെ പ്രത്യേകം അറിയിക്കുന്നു. ഈ ഞായറാഴ്ച നമ്മുടേത് സൂപ്പർ സൺഡേ ചലഞ്ച്. എനിക്ക് തോന്നുന്നു AUP സ്കൂളിലെ പ്രിയപ്പെട്ടവര് CH എന്ന് ഇറങ്ങുന്നത് ഞായറാഴ്ച ഇറങ്ങുന്നത്. അങ്ങനെ മുണ്ടക്കുളം UP സ്കൂളിലെ ആ ഭാഗത്തൊക്കെയാണ് ഇറങ്ങുന്നത്. അതേപോലെ എല്ലാ ആളുകളും പ്രാദേശികമായി ഇറങ്ങാനുള്ള ഒരു ശ്രമം ഉണ്ടാവുക എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് അസ്ലംക 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. അസ്ലം പ്രിയമുള്ളവരെ, വലിയ ഒരു ദൌത്യത്തിലേക്കാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. അതിന്റെ പാതി വഴിയിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനിയും പൂർണ്ണതയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതുവരെ സഹായിച്ചതുപോലെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സഹായം നമുക്കെല്ലാവർക്കും വേണം. അതിനെല്ലാവരും മുന്നോട്ട് വരണം. വിദേശത്തുള്ള സഹോദരങ്ങള്, ഓട്ടോ തൊഴിലാളികള്, ബസ് തൊഴിലാളികള്, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സഹോദരങ്ങള്, വിദ്യാലയങ്ങള്, അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികള്, ക്ഷേത്ര കമ്മിറ്റികള്, ചർച്ച് കമ്മിറ്റികള്, ഓരോ സഹോദരങ്ങളും ഇതിനുവേണ്ടി പരമാവധി സഹായിച്ച് മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഏകദേശം 1.5 കോടി രൂപ നമ്മൾ പിന്നിട്ടു. 3 കോടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലെന്തായാലും നമ്മൾ ഈ ചലഞ്ചിന്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കും. അത് പൂർത്തീകരണത്തിന്റെ കൂടെ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഈ സമാഹരിച്ച ഫണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ആയിട്ട് നമ്മൾ കയ്യിൽ കിട്ടും. എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ കൈവിടരുത് എന്നുള്ളത് കേണ് അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 4 ഓപ്ഷൻ പൈസ അയക്കാനുണ്ട്. ഒന്ന്, ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, അക്കൌണ്ട് നമ്പർ ഉണ്ട്, QR കോഡ് ഉണ്ട്. അതേപോലെ തന്നെ ആസ്ക് കെയർ ആപ്പ്. ചാരിറ്റി മേഖലയെ സുതാര്യമാക്കുന്നതിനെ കുറിച്ചൊക്കെ വലിയ വർത്താനം പറയുന്ന ആളുകളുണ്ട്, സംശയം നേരിലാക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ സുതാര്യമാക്കി ഈ പ്രവർത്തനം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആപ്പിൾ ഫോണിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് ആസ്ക് കെയർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ അയക്കാം. ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും അതേപോലെ ആസ്ക് കെയർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പൈസ അയച്ചാൽ നിങ്ങൾക്ക് അതിന്റെ റെസിപ്റ്റ്, കൃത്യമായ കാര്യങ്ങളെല്ലാം ലഭിക്കും. QR കോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട ചുള്ളിക്കോടുള്ള കൂട്ടായ്മയുടെ പണം ലൈവിൽ വെച്ച് ഏറ്റുവാങ്ങുകയാണ്. എല്ലാവരും എത്തിയോ? എത്താനായോ? അപ്പൊ ഇത് അവസാനിപ്പിക്കല്ലേ? എത്തിയോ? എന്നാ ലൈവിൽ വാങ്ങാൻ. ML ഉണ്ട്. വെരി ന്യൂ ചുള്ളിക്കോട് വാട്സാപ്പ് കൂട്ടെ. ലൈവ് അതുപോലെ തന്നെ ചെറിയ പ്രവർത്തകരുണ്ട്. നമ്മളെ ചെറിയൊരു ഒന്ന് നജാദിനുള്ളതാണ്. പ്രിയപ്പെട്ട മഹിമയുടെ നേതൃത്വത്തിൽ വായക്കാട് വലിയ പിരിവ് നടത്തിയിരുന്നു. ആ പ്രിയപ്പെട്ട മഹിമയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ ഇവിടെ ആദരിക്കുകയാണ്. അഹമ്മദ് നജാദ് UK, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ പ്രിയപ്പെട്ട റിയാസ്ക ഓൾറെഡി കൊടുത്തു. പ്രിയപ്പെട്ട കബീർക്ക് കൈമാറും. ഒരു ഫോട്ടോ എടുക്കാം. മുഹമ്മദ് സഹൽ UK നമ്മുടെ കമ്മിറ്റിയുടെ ആക്ടിംഗ് ചെയർമാൻ അസീസ് ആദരിക്കും. മുഹമ്മദ് സഹലോടെ കൊടുത്തോട്ടല്ലേ. മുഹമ്മദ് റാഷിദ് നമ്മളെ പാട്ടുകാരനൊക്കെയാണ്. മുഹമ്മദ് റാഷിദിനെ ഉപദേശക നിങ്ങളെ സമിതി അംഗം. നമ്മളിതിന്റെ പിരിവിന് എല്ലാത്തിനും സാർ ചുള്ളിക്കോട്ടെത്തിയോ? ലൈവിൽ ഏറ്റവും കൊടുക്കട്ടെ. അവസാനിപ്പിക്കല്ലേ? ഇവരാണോ? എത്തി. നമ്മള് അവസാന ഒരു ടീം. എങ്ങനെ ആളുകള്, ഓരോ സംഘടനകളും ഓരോ കൂട്ടായ്മകളും വ്യക്തികളും ഒക്കെ പ്രിയപ്പെട്ടവരെ അവരെ നാട്ടിലുള്ള ആരുമല്ല ഷാമിൽ മോൻ. എന്നാലും ചേർത്ത് പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. ഷാമിൽ മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് SYS മുതുപറമ്പ് 1.5 ലക്ഷത്തിന് മുകളിൽ സമാഹരിച്ചുകൊണ്ട് നമ്മുടെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി സംഘടനകളും വ്യക്തികളുമാണ് ഈ ഒരു വലിയ മോനെ ചേർത്ത് പിടിക്കാനുള്ള
വലിയ പോരാട്ടത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്നുകൂടെ നിങ്ങളോട് പറയാണ്. ചുള്ളിക്കോട് ഒന്ന് മുന്നോട്ട് വരാം. അവരും വന്നോട്ടെ, നിങ്ങൾ വാ, അവരും വന്നിട്ടേ തുടങ്ങുള്ളൂ. ചുള്ളിക്കോട് വാട്സപ്പ് കൂട്ടായ്മ, ന്യൂ വിന്നേഴ്സ് ചുള്ളിക്കോട് വാട്സപ്പ് കൂട്ടായ്മ. ഇപ്പോ നമ്മളെ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത് ന്യൂ വിന്നേഴ്സ് വാട്സപ്പ് കൂട്ടായ്മ ചുള്ളിക്കോട് പ്രിയപ്പെട്ട ആളുകളാണ്. ഇതിനു മുമ്പ് അവിടെ ലേലം, ജനകീയ ലേലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ 1 ലക്ഷം സംതിങ് രൂപ അവർ പിരിച്ചു. ഇന്ന് ന്യൂ വിന്നേഴ്സ് ചുള്ളിക്കോട്ടെ പ്രിയപ്പെട്ട വാട്സപ്പ് കൂട്ടായ്മ അവര് സമാഹരിച്ച എത്ര രൂപ? 30,000 സംതിങ് രൂപ ഇവിടെ വെച്ചിട്ട് ജനകീയ കമ്മിറ്റി ഏറ്റുവാങ്ങുകയാണ്. പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾക്കൊരു പ്രയാസം വന്നപ്പോ, മുതുപറമ്പിന് മുണ്ടക്കുളത്തിനൊരു പ്രയാസം വന്നപ്പോ ചേർത്ത് പിടിച്ച ചുള്ളിക്കോട്ടെ പ്രിയപ്പെട്ട ഈ കൂട്ടായ്മക്ക് എല്ലാവിധത്തിലുള്ള നന്ദിയും പ്രാർത്ഥനകളെ ഞങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ളൂ. അഭിമാനത്തോടുകൂടി അവർ സ്വരൂപിച്ച തുക പറഞ്ഞാൽ മതി. എത്ര അത് എഴുതിയിട്ടില്ലേ? എല്ലാവരും വന്ന സ്ഥിതി ഹാജിയാർപടി ഓട്ടോ കൂട്ടായ്മ ഇന്ന് ഓടിയിട്ട് 38,000 മുകളിൽ ഇപ്പൊ നിലവിൽ സമാഹരിച്ചിട്ടുണ്ട്. 4 ഓട്ടോറിക്ഷ കൂടെ കിട്ടാനുണ്ട് എന്നുള്ള വിവരം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. ഇനി ആരെങ്കിലും വരാണ്ടോ? എന്നാ അത് വന്നോട്ടെ. നമ്മൾ തൽക്കാലം ഈ ലൈവ് കേട്ടെ, നമ്മൾ സെപ്പറേറ്റ് വീഡിയോ എടുത്താൽ പറയാം. നമ്മൾ സെപ്പറേറ്റ് വീഡിയോ എടുക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു, എല്ലാവിധ പ്രാർത്ഥനകളും. 1.5 കോടി ആയിട്ടുള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് പോകണം. അടുത്ത വ്യാഴാഴ്ച 2 CR ആണ്. A1 ചിക്കൻ സ്റ്റാള് അവര് സ്വരൂപിച്ച പണം ഇവിടെ എത്തിയിട്ടുണ്ട്. 30,000 മുകളിൽ അവരും സ്വരൂപിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കാം. താങ്ക് യു.